മറ്റു വാർത്തകളിലേക്ക്. കോടാലി സ്കൂളിലെ സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷയിൽ മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചിരുന്നു. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ കൂടുതലായി മാധ്യമശ്രദ്ധയിലേക്ക് വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. സംസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തിരുന്നു. തരംതിരിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ റിപ്പയർ ചെയ്യേണ്ട സ്ഥലങ്ങൾ മൊത്തമായി പൊളിച്ചു മാറ്റേണ്ട കാര്യം, അത്തരത്തിലുള്ള ഒരു തരംതിരിച്ച് ഒരു റിപ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് 2-3 ആഴ്ച കൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരം കാണും. പിന്നെ ഇതിപ്പോൾ നമ്മൾ വളരെ സജീവമായി ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ചെറിയ കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കുന്നതിനോട് കഴിയുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് പരിഹാരം കാണും, പ്രശ്നമൊന്നുമില്ല. വിജിൻ വായന്തോട് വിവരങ്ങൾ അയച്ചിരുന്നു. വിജിൻ, എന്താണ് മന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്? ജിംസ്, കോടാലി സ്കൂളിൽ കഴിഞ്ഞ തവണ സീലിംഗ് അടർന്ന് വീണതുമായി ബന്ധപ്പെട്ടാണ് ആവശ്യത്തിനുള്ള മറുപടിയായാണ് മുഖ്യമന്ത്രി ശീഘ്രം വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലെയും ഈ ബിൽഡിങ്ങുകളുടെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിനായി സുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടാണ്. എന്തായാലും ഇങ്ങനെ ഈ ബലഹീനമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കണ്ടെത്താനും അത് തരംതിരിച്ച് റിപ്പോർട്ട് ചെയ്യാനുമാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചക്കുള്ളിൽ ആ ലിസ്റ്റുകൾ പൂർണ്ണമായും ലഭിക്കും. അതിനുശേഷം 2-3 ആഴ്ച കൊണ്ട് തന്നെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ, ചെറിയ സംഭവങ്ങൾ ഉൾപ്പെടെ മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്, മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇടയ്ക്കിടെ എങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി വിജയ്.